ചെവിയിൽ നുള്ളിക്കോ സഖാക്കളെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കി തുറന്നു പറയുകയാണ്. കോൺഗ്രസിന്റെ യൂത്ത് അനാഥമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ തല തന്നെ നുള്ളിക്കളഞ്ഞുകൊണ്ടാണ് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിറഞ്ഞാടുന്നത്. ഇതിലേക്കൊക്കെ അബിൻ വർക്കിയെ നയിച്ചത് കോഴിക്കോട് നഗരത്തിൽ പെട്ടെന്ന് വളർന്നു വരുന്ന ചില കെട്ടിടങ്ങളും അവിടെ നടന്നിരിക്കുന്ന അട്ടിമറിയുടെ ബിസിനസ്സുമാണ്. അതിനു പിന്നിൽ മന്ത്രി റിയാസിന്റെ ബിനാമിയാണ്. പെട്ടെന്നുള്ള ആ വളർച്ചയ്ക്ക് പിന്നിൽ ഉള്ള എല്ലാ കള്ളക്കണക്കുകളും വലിച്ചു പുറത്തിട്ടുകൊണ്ടാണ് അബിൻ വർക്കി താണ്ഡവമാടുന്നത്. കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ മന്ത്രി റിയാസിന്റെ ബിനാമിയായി പ്രവർത്തിക്കുന്നത് എന്നും അബിൻ കാര്യമായി തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ എന്തൊക്കെ അട്ടിമറികളാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഇനി മരുമകൻ എല്ലാവർക്കുമായി ഇ.ഡി. നോട്ടീസ് അങ്ങനെ നിരന്ന് തന്നെ കിടക്കും. എന്തായാലും അബിൻ വർക്കി വളരെ കൃത്യമായി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, നടപടി എടുക്കണമല്ലോ. കാരണം ഒരു റൂറൽ SP ആണ് പറയുന്നത് എന്റെ പോലീസുകാരാണ് പ്രശ്നമുണ്ടാക്കിയത്, ഈ ജനപ്രതിനിധി പ്രശ്നമുണ്ടാക്കിയില്ല എന്ന് ഒരു റൂറൽ SP തന്നെ പറയാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നിന്ന് അതിന് നടപടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ ക്രിമിനൽ സംഘത്തെയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ പോലീസിനുള്ളിലുള്ളത്. അവരെ കൊടിസുനെ ട്രെയിൻ ചെയ്തവരാണ്, അല്ലാതെ കേരളത്തിന്റെ പോലീസിനെ ട്രെയിൻ ചെയ്തവരല്ല. കൊടിസുനെ ട്രെയിൻ ചെയ്ത കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ ഗ്യാങ് കേരളത്തിലെ പോലീസിനുള്ളിലുണ്ട്. അവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ആ സേനയൊന്നും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തവണ്ണമുള്ള പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പോലീസ് നോക്കി നിൽക്കെ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായത്. മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കയറി CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് നോക്കി നിൽക്കെ KSU പ്രവർത്തകരെയും MSF പ്രവർത്തകരെ ആക്രമിക്കുകയാണ്. പോലീസ് നോക്കി നിൽക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഉള്ളിൽ കയറി അവിടെ പ്രവർത്തകരെ ആക്രമിക്കുന്നത്. നമുക്കറിയാം, അവിടെ വിദ്യാർത്ഥി പോലും അല്ലാത്ത SFI സംസ്ഥാന സെക്രട്ടറി കൗണ്ടിംഗ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി സംഘർഷം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. എന്നിട്ട് ഇതേവരെ ആ SFI സംസ്ഥാന സെക്രട്ടറിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസെടുത്തിട്ടില്ല കേരള പോലീസ്. ഒരു പോലീസുകാരന്റെ കണ്ണിന് ഗുരുതരമായ പരിക്ക് പറ്റി. എന്നിട്ട് പോലും ഈ SFI സംസ്ഥാന സെക്രട്ടറി ഒരു വിദ്യാർത്ഥിയല്ല, കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ ഒരു വിദ്യാർത്ഥി പോലും അല്ലാത്ത SFI സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ കയറാൻ എന്ത് യോഗ്യതയാണ്, എന്ത് അവകാശമാണുള്ളത്? എന്നിട്ട് ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത SFI സംസ്ഥാന സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ്. ഇതുപോലെ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കുള്ളിൽ ഇതുപോലെ അക്രമമാണ് അയച്ചുവിടുന്നത്. ആ പോലീസുകാരന്റെ കണ്ണിന് പരിക്ക് പറ്റിയതിലെ അക്രമം നടത്തിയത് SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. എന്നിട്ട് KSUക്കാർക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രിമിനൽ സർക്കാരായി മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇത് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. ആരാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ? അയാളൊന്ന് കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. മോൾക്ക് ED-യുടെ നോട്ടീസ് കിട്ടി, മോൻ ED-യുടെ നോട്ടീസ് കിട്ടി, മരുമോൻ ED-യുടെ നോട്ടീസ് കിട്ടുന്ന ദിവസം ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഇതിലൂടെ എങ്ങനെ നടക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ കൂട്ടുകാരനായ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് അവനൊക്കെ സുഖമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ കേരളത്തിലും കോഴിക്കോടുമൊക്കെ ഉയർന്നു പൊങ്ങിയ കുറെ സ്ഥാപനങ്ങൾ, പെട്ടെന്നുണ്ടായ വളർച്ച, അതിന്റെ പിന്നിലെ ഫണ്ടിങ്, ആ ഫണ്ടിങ് ഒക്കെ എന്താണെന്ന് അന്വേഷിച്ചാൽ മരുമോന്റെ പിണിയാളായ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ കുടുങ്ങും. അതുകൊണ്ട് അവൻ അധികം അഹങ്കരിക്കാൻ നിൽക്കണ്ട. ആ അഹങ്കരിക്കാൻ നിൽക്കുന്നത് BJP-യുടെ തണലിലാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും. കേന്ദ്രത്തിലും ഒരു ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും അറിയാം. അതുകൊണ്ട് ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ കരുതി വെച്ചോ, ചെവിയിൽ നുള്ളി വെച്ചോ. മോനും കഴിഞ്ഞ് മരുമോൻ ED നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉണ്ടല്ലോ, കോഴിക്കോടുണ്ടല്ലോ. കോഴിക്കോട് നിന്ന് ഉയർന്നു വന്ന സംശയാസ്പദമായ ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കെതിരെ കേസുണ്ടായിരുന്നല്ലോ. ആ കേസുകളൊന്നും പിന്നീട് പുറത്തു വന്നില്ലല്ലോ. ആ സ്ഥാപനങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയാ വന്നതെന്നുള്ളതിൽ ഇപ്പോഴും സംശയങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ ബന്ധം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആരുടെ ബിനാമിയാണെന്നുള്ളത് കോഴിക്കോട്ടെ പത്രക്കാരെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്നോ? കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയില്ലേ ആരുടെ ബിനാമിയാണ് ഇയാളെന്നുള്ളത്? അതുകൊണ്ട് ഇയാള് അധികം വന്ന് അങ്ങ് അഹങ്കാരം കാണിച്ച് KSUക്കാരെ MSFകാരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചാൽ അതിനെങ്ങനെ മറുപടി ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. അയാൾ ചെവിയിൽ വിളിക്കൂ. അങ്ങനെ ഒരു വാദഗതി SP-ക്ക് പോലും ഇല്ലല്ലോ. പോലീസ് എതിരായി അക്രമം നടന്നു എന്നുള്ള ഒരു വാദം SP-ക്കില്ല.
ഗ്രേവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് എടുത്ത് ഇതേവരെ SP കേസ് പോലും എടുത്തിട്ടില്ല. പിന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ രാഷ്ട്രീയ വാദഗതികളാണ്, അതും ആരും വായിക്കാത്ത ദേശാഭിമാനിയിലാണ്. അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. ഇന്നലെ CPM പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. അതിൽ നിന്നും ഈ UDF പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഒരു വസ്തു തെറിച്ചു വന്ന് പോലീസിന്റെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നത് അത്തരത്തിലൊരു മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം UDF പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയുന്നു, SP അങ്ങനെ ഒരു വാദഗതി ഉണ്ടോ? SP-ക്ക് നേരെ ബോംബെറിഞ്ഞു, ഇപ്പൊ സ്ഫോടക വസ്തുവാണല്ലോ, ബോംബെറിഞ്ഞു എന്ന് SP-ക്കോ പോലീസിനോ ഈ ദിവസത്തിൽ ഈ നിമിഷം വരെ ഒരു പരാതി ഉണ്ടോ? ബോംബെറിഞ്ഞതിന് ഏതാ കേസെടുക്കുന്നത്? ബോംബെറിഞ്ഞതിന് ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. വധശ്രമത്തിന് വേണമെങ്കിൽ കേസെടുക്കാം, 308 കേസെടുക്കാം. അങ്ങനെ ഒരു കേസ് അവിടെ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പോലീസിനില്ലാത്ത ഒരു പരാതിയാണ് കേരളത്തിലെ CPM-നുള്ളത്. അത് CPM-ന്റെ രാഷ്ട്രീയ പരാതിയാണ്. ഇപ്പൊ CPM-ന് അറിയാലോ ഇവരൊക്കെ എന്തൊക്കെ പൊറാട്ട് നാടകങ്ങളാണ് കാണിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ മൂക്കിന് സർജറി ചെയ്തപ്പോ ഷേവ് ചെയ്തില്ല. ഇത്ര വിവരം കെട്ട CPM-കാരാണോ കേരളത്തിലുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഇത് അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചാൽ അറിയാൻ പാടില്ലേ ഇത് സർജറി ചെയ്യണതിന് മൂക്കിലെ മീശയും താടിയും ഷേവ് ചെയ്യണോ എന്നുള്ളത്? ഏതെങ്കിലും അറിവുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചാൽ പറഞ്ഞു തരില്ലേ? ഇതുപോലെ വിവരം കെട്ട ന്യായവാദങ്ങളുമായിട്ടാണ് കേരളത്തിലെ CPM വരുന്നത്. അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു വിഷയം കൂടെ പറയാനുള്ളത്, കോട്ടയത്ത് പാലായിൽ എലിക്കുളം പഞ്ചായത്തിൽ അവിടെ RSSന്റെ ഒരു ശാഖ നേതാവിന്റെ ക്രൂരമായ ലൈംഗിക അതിക്രമം കാരണം ഒരു RSS പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യയുണ്ടായി. ആ RSS പ്രവർത്തകന്റെ ആത്മഹത്യാ കുറിപ്പ് അത് ഇൻസ്റ്റഗ്രാമിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായ ഒരു വിവരണമാണ് ആ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 4 വയസ്സ് തൊട്ട് അയാളെ ലൈംഗികമായി അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. RSSന്റെ ക്യാമ്പിൽ ചെന്നപ്പോൾ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ്. RSS ക്യാമ്പുകളിൽ ലൈംഗിക അതിക്രമണം നടന്നുവെന്നും അതിൽ കൃത്യമായി ഒരു പ്രതിയുടെ പേരെഴുതി വെച്ചിട്ടും ഈ ദിവസം വരെ കേരളത്തിലെ പോലീസ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു RSS നേതാവിനെതിരെ ഒരു ലൈംഗിക അതിക്രമണം, അതും പോക്സോയാണ്. കാരണം 4 വയസ്സ് മുതൽ എന്നാണ് പറയുന്നത്. 4 വയസ്സ് മുതൽ ഒരു കുട്ടിയെ, കൊച്ചുകുട്ടിയെ RSS ക്യാമ്പിൽ വെച്ച് ലൈംഗിക അതിക്രമണം നടത്തിയെന്നും അതിന്മേലുണ്ടായ മാനസിക വിഷമം കാരണം താൻ ഡിപ്രഷനിലായെന്നും ആ ഡിപ്രഷൻ മുഖേനയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പരസ്യമായ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യക്ക് കാരണക്കാരായ RSSന്റെ നേതാവിനെതിരെ ഇതേവരെ നടപടിയെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. സത്യത്തിൽ കേരളത്തിൽ ഒരു NDAയുടെ മുഖ്യമന്ത്രിയാണോ ഭരിക്കുന്നത്? അല്ലെങ്കിൽ RSS നേതാവിനെതിരെ ഇതുപോലെ ഗുരുതരമായ ഒരു ലൈംഗിക അതിക്രമം നടത്തിയിട്ട് ഒരു കേസ് പോലും എടുക്കാത്ത, ഒരു അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്ര ദുർബലമായ ഒരു ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്? അമിത്ഷായെ കണ്ട് കാല് പിടിക്കുമ്പോൾ പലതും കേരളത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ സമരരംഗത്തേട്ട് പോവുകയാണ്. ആ RSS നേതാവിനെതിരെ നടപടിയെടുക്കണം, RSS നേതാവിനെ അറസ്റ്റ് ചെയ്യണം. RSS ശാഖകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. കാരണം ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് സെക്ഷൽ അബ്യൂസ് ആൻഡ് ഫിസിക്കൽ അബ്യൂസ് എന്നുള്ളതാണ്. RSSന്റെ ഇതുപോലുള്ള ക്യാമ്പുകളിൽ സെക്ഷൽ അബ്യൂസ് ആൻഡ് ഫിസിക്കൽ അബ്യൂസ് നടക്കുന്നുണ്ടെന്നാണ് കുടുംബം മുഴുവൻ RSSകാരനായ ഒരു RSSന്റെ പ്രവർത്തകൻ ആയിരുന്ന ആൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്മേൽ അന്വേഷണം ഉണ്ടാകണം, കൃത്യമായി ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്കും പോവുകയാണ്. മറ്റൊരു കാര്യം കൂടെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇതുവരെ തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. 2 മാസം പിന്നിടുന്നു. ഇങ്ങനെ ഈ പേരാമ്പ്ര വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടത് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുന്നുണ്ട്. അതിന്മേൽ ഉടൻ തന്നെ അതിനകത്തൊരു തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചാർജുള്ള AICC സെക്രട്ടറി ശ്രീ കൃഷ്ണ അല്ലവരും, അദ്ദേഹം ബീഹാറിന്റെ ചുമതലക്കാരൻ കൂടിയാണ്. ഇപ്പൊ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഉടനെ തന്നെ അതിന്മേൽ കൂടിയാലോചനകൾക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും.